സ്റ്റോപ്പ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ മനോഹരമായ പറമ്പിക്കുളത്തേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. ഇത് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് പറമ്പിക്കുളത്തേക്ക് ആദ്യത്തെ ബസ് എടുക്കുന്നത്. 6:15 ഈ ബസ് സ്റ്റാൻഡിലേക്ക് റീച്ച് ആവുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബസ് യാത്രയാണ്. പൊള്ളാച്ചിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് വെറും 40 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. സോ ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടെയാണ്. നമ്മൾ ആദ്യത്തെ ബസ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ ക്രൗഡ് വളരെ കുറവായിരിക്കും. എന്താ ഏതാണ് ഒന്നും തന്നെ അറിയില്ല. സോ റാൻഡമായിട്ട് പറമ്പിക്കുളത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് വില 60 രൂപയാണ്. എന്റെ പുറകിലെ സീറ്റിലിരിക്കുന്ന 2 ചേട്ടന്മാരും ആലപ്പുഴയിൽ നിന്ന് വന്നവരാണ്. അവര് ആലപ്പുഴയിൽ നിന്ന് പൊള്ളാച്ചി വരെ ബൈക്കിലാണ് വന്നത്. എന്തായാലും അവരും ഫസ്റ്റ് ടൈം ആയിട്ടാണ് പറമ്പിക്കുളത്തേക്ക് പോകുന്നത്. സോ അവർക്കും എവിടെ ഇറങ്ങേണ്ടത് എന്നറിയില്ല. സോ അവിടേക്ക് പോയി ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. സോ ഞങ്ങൾ കണ്ടക്ടറോട് ചോദിച്ച് സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പറമ്പിക്കുളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 643 സ്ക്വയർ കിലോമീറ്റർ. 2009 ഇതൊരു ടൈഗർ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ 24 മുതൽ 30 ടൈഗേഴ്സ് വരെ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. കൂടാതെ 6000-ത്തിനടുത്ത് ആനകളും ഏകദേശം 133 ലെപ്പേർഡ്സ് ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. വലിയ ചുരങ്ങളൊന്നും ഇല്ലെങ്കിലും കൊള്ളാട്ടോ, ഡ്രൈവർ പൊളിയാട്ടോ, നന്നായിട്ട് വളച്ചൊടിക്കുന്നുണ്ട്. നല്ല മനോഹരമായ ഫോറസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഫോറസ്റ്റ്. പറമ്പിക്കുളം കേരളത്തിലാണെങ്കിലും എക്സാക്ട്ലി പാലക്കാട്. ഇത് ആനമലൈ ടൈഗർ റിസർവ് ഓർ ടോപ്പ് സ്ലിപ്പ് വഴിയെ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ പൊള്ളാച്ചിയിൽ വന്നിട്ട് വേണം നമ്മൾ പോവാൻ. നമ്മൾ ബസ്സിൽ വരുന്നത് കൊണ്ട് എൻട്രി ഫീനെ കുറിച്ചൊരു ടെൻഷനും വേണ്ട. പ്രൈവറ്റ് വെഹിക്കിൾസിൽ വരുന്ന സമയത്ത് എൻട്രി ഫീ കൊടുക്കണം. സൂവിൽ നമ്മൾ മാൻകൂട്ടത്തെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ കാട്ടില് എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ല. ഇത് എത്ര മാനുണ്ടെന്ന് എനിക്ക് എണ്ണാൻ പോലും കഴിയില്ല. അത്രയും നമ്പേഴ്സിലുള്ള പുള്ളിമാൻ കൂട്ടത്തെ കാണാം. അതും ആ കോട നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത്. ജസ്റ്റ് നോക്കൂ ഗൈസ്, എത്ര മനോഹരമാണെന്ന് ആ കാഴ്ച. കാട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു സമയമാണിത്. ലൈറ്റായിട്ട് കോട നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. ഇത് നല്ലൊരു വൈബ് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആനമലൈ ടൈഗർ റിസർവിലൂടെയാണ് സഞ്ചരിച്ചത്. ഇപ്പോൾ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ആനപ്പടിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ ആനപ്പടി എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആനപ്പടിയിലാണ് ഈ സഫാരി ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഏർലി ആയിട്ട് വന്നതുകൊണ്ട് ക്രൗഡ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ മുമ്പ് ബസ് വെച്ച് പരിചയപ്പെട്ട 2 ചേട്ടന്മാരും കുറച്ച് പേരും മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ നെയിം കൊടുക്കുന്നതിനനുസരിച്ച് ഒരു സീറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് തരും. സോ ആദ്യം പോയിട്ട് പേര് കൊടുത്താൽ ഫസ്റ്റ് സീറ്റ് അലോക്കേറ്റ് ആയി കിട്ടും. സഫാരിക്ക് ഒരു പേഴ്സണ് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സീറ്റ് ബുക്ക് ചെയ്ത ശേഷം അവരൊരു സ്ലിപ്പ് തരും. അതിൽ വണ്ടിയുടെ പേരും സീറ്റ് നമ്പറും ഉണ്ടാവും. അത് നോക്കിയിട്ട് ബസ്സിൽ പോയിരിക്കാം. അപ്പോൾ ഈ സഫാരി ടോട്ടലായിട്ട് 5 വ്യൂ പോയിന്റുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ ആദ്യത്തെ വ്യൂ പോയിന്റാണിത്, തൂനക്കടവ് ഡാം. ആനയെ കണ്ടതും എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ആനയുള്ള സൈഡിലേക്ക് വീഴാൻ തുടങ്ങി.
ആനയുടെ ഫാമിലി ഫുള്ളായിട്ട് വളരെ ശാന്തമായിട്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആനക്കൂട്ടം കാട്ടിലേക്ക് മറയുന്നത് വരയ്ക്കും എല്ലാവരും ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് അതുങ്ങളെ നോക്കി ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. കന്നിമര തേക്ക്. ഏകദേശം 500 കൊല്ലം പഴക്കമുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തേക്ക് ഇതാണ്. ഇത് ഡാം വ്യൂ പോയിന്റ് ആണ്. തൂണക്കടവ് ഡാമിന് ടോട്ടലായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു 20 മിനിറ്റ്സ് വണ്ടി ഹാൾട്ട് ചെയ്തിടും. നമുക്ക് ഇവിടെ പോയിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കാം. അപ്പോൾ രാവിലെ കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ 2 ദോശ കഴിച്ചിട്ടുണ്ട്. ദോശ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ട്രിപ്പിലെ അവസാനത്തെ പോയിന്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതാണ് പരമ്പിക്കുളം ഡാം. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ഡാമാണ്. നല്ല ഗ്രീൻ കളർ പച്ചവെള്ളം. നല്ല സിറീൻ വ്യൂവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സഫാരി അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കയറിയ അടുത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും ഫുള്ള് തിരക്കായി. സഫാരി കൊള്ളായിരുന്നു, ഓക്കെയാണ്. ഊട്ടിയിലോ നെല്ലിയാമ്പതിലോ നമ്മൾ കാണാൻ പറ്റുന്ന അനിമൽസേ നമ്മൾ അവിടെ സ്പോട്ട് ചെയ്തുള്ളൂ. പുലിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. വൺ ഡേ ട്രിപ്പിന് വലുതായിട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ചെയ്യാൻ കാര്യങ്ങളുണ്ട്, ഈ സൈക്ലിംഗ്, ട്രെക്കിംഗ്, അതുപോലെ അതിനൊക്കെ അതിൻ്റേതായ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. വൺ ഡേ ട്രിപ്പ് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ 12:30 പാലക്കാട്ടിലേക്ക് ഒരു ബസ്സുണ്ട്, അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:15. അതെയാ, ഉണ്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.